ബാത്റൂം ക്ലോസറ്റിലേക്ക് 2 തുള്ളി ഉജാല ഒഴിച്ചു കൊടുത്തപ്പോൾ സംഭവിച്ച് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പും അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എലീനെ പല്ലീനെ പാറ്റാനെ എല്ലാം തൊടുത്താൽ 2 തുള്ളി ഉജാല മാത്രം മതി. എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. നല്ല നല്ല കിച്ചൺ ടിപ്സുകളാണ് ഇന്ന് എൻ്റെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് ഫസ്റ്റ് ടിപ്പിലേക്ക് ഇപ്പോൾ നമ്മൾ ഒരുപാട് പച്ചമുളകൊക്കെ മേടിച്ച് വെക്കുമല്ലോ. അപ്പോൾ ഈ പച്ചമുളക് മേടിച്ച് വെക്കുമ്പോൾ ഈ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളകിൻ്റെ ഇടയിൽ ഇതുപോലെ ചുമന്ന കളറിൽ പഴുത്ത മുളകൊക്കെ കാണും. അപ്പോൾ നമ്മൾ ഈ പച്ചമുളകും ഈ ചുമന്ന മുളകും കൂടെ ഒന്നിച്ചിട്ട് വെക്കുവാണെങ്കിൽ അത് രണ്ട് ചീഞ്ഞ് പോകാനൊക്കെ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ആ ചുമന്ന മുളകിനെ അങ്ങ് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ പച്ചമുളകിൻ്റെ തണ്ട് കളഞ്ഞെടുക്കുക. അപ്പോൾ ഈ തണ്ട് കളയുമ്പോൾ നിങ്ങളെടുത്ത് മാറ്റി വെച്ചേക്കണം, കളഞ്ഞേക്കരുത്. ഇതുകൊണ്ട് നമുക്ക് വീട്ടിലെ എലിയെ പല്ലിയെ പാറ്റ എല്ലാം തൊടുത്താം കേട്ടോ. അപ്പോൾ അതിനായിട്ടങ്ങ് മാറ്റി വെച്ചേക്കണം. എന്നിട്ട് അതുകൊണ്ട് അത് ചെയ്ത് നോക്കിയാൽ എലിയും പല്ലിയും പാറ്റൊക്കെ നമ്മുടെ വീട്ടിൽ നല്ല വീടിൻ്റെ പരിസരത്ത് നിന്ന് പോകുന്നതായിരിക്കും. എന്നിട്ട് ഇതായി ബാക്കി വന്ന പച്ചമുളക് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് വെളിയിൽ തന്നെ എങ്ങനെ ചീഞ്ഞ് പോകാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതൊന്ന് കഴുകി എടുത്ത് നല്ലപോലെ ടിഷ്യൂ പേപ്പറിലൊന്ന് തുടച്ചെടുക്കേണ്ടതാണ്. വെള്ളമയം കാണാൻ പാടില്ല. അതിലേക്ക് 2 തുള്ളി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കടന്നാലും വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതേ ഉള്ളെങ്കിൽ അതൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഇവിടെ ന്യൂസ് പേപ്പർ ഒരുപാട് കാണുമല്ലോ. അപ്പോൾ ന്യൂസ് പേപ്പറിലേക്ക് നിരത്തി എന്നിട്ട് നമ്മളത് മാറ്റി വെച്ചാൽ മാത്രം മതി. അപ്പോൾ എത്ര നാളാണേലും നമ്മുടെ പച്ചമുളക് ചള്ളായി പോകത്തില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത് ഈ ടിപ്പൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ പച്ചമുളക് ചീഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കും കേട്ടോ. അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച്, പക്ഷേ അടച്ച് വെക്കരുത്. അടച്ച് വെച്ചാൽ അത് ചീഞ്ഞ് പോകും. അടച്ച് വെക്കാതെ തന്നെ നമുക്ക് കുപ്പിയിലേക്ക് ഒന്ന് വെച്ച് ഇതുപോലെ തുറന്ന് തന്നെ വെക്കാവുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരിക്കലും അത് ചള്ളായി പോകത്തില്ല. ഉണങ്ങിപ്പോകുന്ന പോലെ ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടില്ല. ഫ്രഷോട് കൂടി തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ അതിലിട്ട് വെച്ചാൽ മതി. ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇടുന്നേക്കാട്ടും നല്ലത് ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം ഇവിടെ കുറേ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇഞ്ചിയൊക്കെ വെള്ളം കയറിയതുപോലത്തെ ഇഞ്ചിയാണ്. നല്ല ഇഞ്ചി നമുക്ക് കിട്ടാനില്ല അല്ലേ. നമ്മൾ നമ്മുടെ പറമ്പിലൊക്കെ നട്ട് വളർത്തിയൊക്കെ ഇഞ്ചി വേണം നമ്മൾ നല്ല എടുക്കാനായി. അങ്ങനെയാണെങ്കിൽ ചള്ളായി പോകത്തൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മളിത് വെളിയിൽ നിന്ന് കടകളിൽ നിന്ന് മേടിക്കുന്ന ഇഞ്ചിക്ക് നല്ലൊരു ഇഞ്ചിയായിട്ട് നമുക്ക് കിട്ടത്തില്ല. വെള്ളം കയറിയ പോലെ ഇഞ്ചിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്ന അടിപൊളി ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. എന്തോരം ഇഞ്ചി ഉണ്ടല്ലോ, അത് കടുകണ്ട. പകരം ഇതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഓണാക്കിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ വെളിയിൽ തന്നെ നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ കൈ പൊള്ളാതെ തന്നെ ഇതുപോലെ നമ്മുടെ ഫോർക്കിലേക്ക് കുത്തിയിട്ട് ഇതുപോലെ ഇത് ചൂടാക്കി കൊടുക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇഞ്ചി ചള്ളാകാതെയും ചുക്കാകാതെയും ഇരിക്കും കേട്ടോ. നമുക്ക് ഫ്രഷോടുകൂടി തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ സവാള ഉള്ളി ഇതൊക്കെ അരിയുമ്പോൾ നമ്മുടെ കണ്ണ് നീറാറില്ലേ. അപ്പോൾ നമ്മൾ അത് കുറച്ച് നേരം വന്ന് തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെക്കുവാണെങ്കിൽ തന്നെ കണ്ണിൻ്റെ എരിച്ചിൽ മാറും. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കണ്ണെരിയത്തില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ കൂടുതലും കണ്ണെരിയുന്നത് നമ്മുടെ ഇത് അരിയുമ്പോഴല്ലേ. അന്നിപ്പോൾ ഇതുപോലത്തെ വെജിറ്റബിൾ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് അരിഞ്ഞ് നോക്കി നമ്മുടെ കണ്ണെരിയത്തേ ഇല്ല കേട്ടോ. അപ്പോൾ നല്ലൊരിതാണ് എനിക്ക്. അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്ര കിലോ സവോളയാണെങ്കിലും നമുക്ക് ഉള്ളിയാണെങ്കിലും നിമിഷം നേരം കൊണ്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും ഇങ്ങനത്തെ വെജിറ്റബിൾ കട്ടർ ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരുടെ വീടുകളിൽ കാണും. ഇല്ലാത്തവരൊക്കെ ഒന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല കട്ടറാണ്. കണ്ണെരിയാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ഇതും അതുപോലത്തെ ഒരു വെജിറ്റബിൾ കട്ടറാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനും പറ്റും. കൈ മുറിയൊന്നും പേടിക്കുകയും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സാധാ കത്തിയും കൊണ്ടൊക്കെ അരിയുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ നീറുന്നത് പോലെ ഇത് കണ്ണ് നീർത്തൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വലിയ കഷ്ണങ്ങളാക്കിയും അല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കിയും പൊടിയായിട്ടും ഒക്കെ അരിയാൻ പറ്റും. എല്ലാ പച്ചക്കറികളും ഇതുപോലെ നമുക്ക് പെട്ടെന്ന് അരിയാൻ പറ്റും. അതുപോലെ പച്ചമുളകൊക്കെ നമ്മൾ അരിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈയൊക്കെ നീറാറില്ലേ. അത് എത്ര പച്ചമുളകാണെങ്കിലും നമ്മൾ കൂട്ടിപ്പിടിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിയും കഴിയും. അതുപോലെ വെണ്ടയ്ക്ക, പച്ചപ്പയർ ഇതൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ നല്ലൊരു കട്ടറാണ്, 2 കട്ടറും കേട്ടോ. അപ്പോൾ മേടിച്ചിട്ട് എന്നെല്ലാം ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇത് കണ്ടില്ലേ, ഞാനിവിടെ കുറേ മുട്ടത്തോട് എടുത്ത് വെച്ചു. എന്തോരം മുട്ടത്തോടാണ് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ മുട്ടത്തോട് കിട്ടുമ്പോൾ കുറച്ച് ടിപ്സുകളുണ്ട് ചെയ്യാനായിട്ട്. വളരെ നല്ലതാണ്. മുട്ടത്തോട് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പല്ലികളെ തൊഴുത്താൻ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ കത്രികയുടെ മൂർച്ച കുറഞ്ഞാലും ഈ മുട്ടത്തോടിന് ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ കത്രികയ്ക്ക് മൂർച്ചയൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക്
കത്തി, ഈ കത്തി എങ്ങനെയാണ് മൂർച്ച കൂട്ടുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് മുട്ടത്തോട് ഇങ്ങനെ വട്ടത്തി കട്ട് ചെയ്ത് വിടുക. പിന്നെ അത് അതിൻ്റെ പൊടി മുട്ടത്തോട് പൊടിഞ്ഞ് കിട്ടുമ്പോൾ അത് ഇതുപോലെ കൈ മുറിയാതെ അതിലേക്ക് തേച്ച് കൊടുക്കുക. പിന്നെ മുട്ടത്തോട് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം. ഇപ്പോൾ 3 രീതിയിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല മൂർച്ച കിട്ടും. മെയിനായിട്ട് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഡെയിലി അരിയാനൊക്കെ എടുക്കും. നമ്മുടെ ഈ ഇതിൻ്റെ പിച്ചാത്തിയുടെ കത്തിയുടെ കുട്ടികളൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ വെട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിന് മൂർച്ച എല്ലാം പോകുമ്പോൾ അക്കെല്ലാം ചളുങ്ങൊക്കെ ചെയ്യും. അപ്പോൾ നല്ലൊരിതാണ് നമ്മുടെ കത്തിക്ക് മൂർച്ച കൂട്ട്. അതിന് കാശ് കൊടുത്തൊന്നും ചെയ്യിക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ മതി. മുട്ടത്തോടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുള്ളായിട്ട് ടിപ്പാണ്. നമ്മൾ എന്തോരം ബാത്റൂം തേച്ച് കഴിക്കുമെന്ന് പറഞ്ഞാൽ എപ്പോഴും കുട്ടികളൊക്കെ കയറി ഇറങ്ങുമ്പോൾ എല്ലാം ഇത് അപ്പടി അഴുക്കായിട്ട് കിടക്കാൻ ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല മഞ്ഞക്കറ പിടിച്ചാൽ അത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു സൂത്രം ഉണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂം ക്ലോസറ്റ്, ബാത്റൂം എല്ലാം, ടോയ്ലറ്റ്, ടൈല് എല്ലാം നല്ല പോലെ വെട്ടിത്തിളങ്ങും കേട്ടോ. വെള്ളയാക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് ഇവിടെ ഒരു കപ്പിൻ്റെ നമ്മുടെ പഴയ പാത്രങ്ങൾ എടുത്താൽ മതി. ഇങ്ങനത്തെ ടിപ്സിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മൾ പഴയ പാത്രങ്ങൾ എടുക്കുക. ഒരു കപ്പാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ആ കപ്പിലേക്ക് 5-6 തുള്ളി ജാലി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾക്ക് ക്ലോസറ്റ് മാത്രം കഴുകണമെങ്കിൽ 2 തുള്ളി മാത്രം മതി. ഇപ്പോൾ ബാത്റൂമിൽ ടൈലും എല്ലാം കഴുകണമെങ്കിൽ 5-6 തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു നിറച്ച് വെള്ളവും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണോളം ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം. പക്ഷേ വിനാഗിരി ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഹാൻഡ് വാഷാണ് കേട്ടോ. ഹാൻഡ് വാഷാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. നമ്മുടെ ഇവിടുത്തെ ലിക്വിഡ്, സോപ്പിൻ്റെ ലിക്വിഡോ അതുപോലെ നമ്മുടെ വീട്ടിലെ ഡിഷ് വാഷ് ലിക്വിഡോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. നല്ല റിസൾട്ടാണ്. അത് മാത്രമല്ല ഇതിനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പിന്നെ അതിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതൊഴിച്ച് കൊടുക്കും നല്ല ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ഡെറ്റോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈസോൾ പോലത്തെ എല്ലാം ഒഴിച്ച് കൊടുക്കുകയൊക്കെ ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയൊക്കെ എടുക്കും. പക്ഷേ അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ നിൽക്കും. പക്ഷേ അതും നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ അതിട്ട് നമുക്ക് അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് അതിൻ്റെ അകത്ത്. എന്നിട്ട് നമ്മുടെ ക്ലോസറ്റിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലും എല്ലാ ടൈൽസിലും എല്ലാം അങ്ങോട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. കറ പിടിച്ചിരിക്കുന്ന ഭാഗത്തെല്ലാം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഓർക്കും ഇത് വൈറ്റ് കളറിൽ ഉജാല പിടിച്ചിരിക്കത്തില്ല, നീല പിടിച്ചിരിക്കത്തില്ല കേട്ടോ. നല്ലപോലെ വെട്ടിത്തിളങ്ങും. കാര്യം അണുക്കളൊക്കെ ചത്തുപോകും. വളരെ നല്ലൊരിതാണ്. എന്നിട്ട് നമുക്ക് ബ്രഷ് വെച്ച് ഒരുപാട് ഉരയ്ക്കൊന്നും വേണ്ട. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ടുണ്ട് 2 മിനിറ്റ് അങ്ങനെ ഇട്ടതിന് ശേഷം ചുമ്മാ ഇച്ചിരി വെള്ളം ഒഴിച്ച് വിട്ടാലും മതി കേട്ടോ. ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അടിപൊളിയായിട്ട് വെളുത്ത് കിട്ടും കേട്ടോ. അതിൻ്റെ ഇവിടെ എല്ലാം ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഈ ഉജാലയുടെ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ കൂടെ കയറി വരുന്നത് പാറ്റയുടെ ശല്യമൊക്കെ ഉണ്ട്. തണുപ്പ് പറ്റിയല്ലേ പാറ്റായിരിക്കുന്നത്, അതൊക്കെ പോകുന്നതായിരിക്കും. നല്ലൊരു റിസൾട്ടാണ്. അതിന് നമുക്ക് നല്ലപോലെ ഒന്ന് തേച്ച് കഴുകി നോക്കാം. ക്ലോസറ്റും ബാത്റൂമും എല്ലാം നമുക്കത് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നോക്കിക്കാൻ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങാനായിട്ട് മഞ്ഞക്കറയൊക്കെ ഉണ്ട് പോകുന്നതായിരിക്കും. 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളൂ കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഞാൻ തേച്ച് കഴിയുന്നതിന് ശേഷം നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി വിടുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നല്ലപോലെ എത്ര ചള്ള് പിടിച്ച് കിടന്ന അഴുക്ക് പിടിച്ച് കിടന്ന നമ്മുടെ ബാത്റൂമോ ടൈലും അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നമുക്ക് അതിൻ്റെ വെളിയിൽ നിന്ന് സാധനങ്ങൾ വേറെ ഒന്നും മേടിക്കേണ്ട, ടോയ്ലറ്റ് ക്ലീനർ ഒന്നും മേടിക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിൽ ഒട്ടിലുള്ളി ഉജാല മാത്രം മതി. അപ്പോൾ ഉജാലയും കൊണ്ടുള്ള ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ഹാൻഡ് വാഷിൻ്റെയൊക്കെ ചേർത്തേക്ക് നല്ലൊരു സ്മെല്ലാണ്. അതിനായിട്ട് വേറെ നമുക്കൊന്നും മേടിക്കേണ്ട കാര്യമില്ല. വെളിയിൽ നിന്ന് ഇത് മാത്രം മതി. കണ്ടില്ല, നല്ലപോലെ അടിപൊളിയായിട്ട് ടോയ്ലറ്റൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ക്ലോസറ്റൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പൈപ്പ് എടുത്തിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലപോലെ ക്ലീനാകും കേട്ടോ. നമുക്കിത് കൈയൊക്കെ വയ്യാത്തവരും ഇരുന്ന് വരയ്ക്കാനൊന്നും വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ടതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് വിട്ടാൽ മാത്രം മതി. നല്ലൊരു റിസൾട്ട് ആയിരിക്കും. അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ, ക്ലീനിങ് വീഡിയോകൾ, അതുപോലെ ടിപ്സുകൾ ഒത്തിരി വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ഫിഷ് ക്ലീനിങ് വീഡിയോസ്, അതുപോലെ തന്നെ പല്ലികൾ പാറ്റകൾ എല്ലാം തുരുത്തുന്ന വീഡിയോകൾ, ഇങ്ങനെ ഒരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ നമ്മുടെ ടോയ്ലറ്റ്, ബാത്റൂം, ക്ലോസറ്റും എല്ലാം ഇവിടെ
ക്ലീൻ ആയിട്ടുണ്ട്, വെട്ടിത്തിളങ്ങിയിട്ട് 5 സ്റ്റാർ ഹോട്ടൽ പോലെ തന്നെ വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ മസാലക്കൂട്ടുകളെല്ലാം മേടിക്കുമല്ലോ. ഇതിൻ്റെ അകത്ത് പെരുംജീരകം, തക്കോലം, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ കറുവാപ്പട്ട, ഇങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും. ഇതെല്ലാം നമ്മളൊരു മസാലക്കൂട്ടായിട്ട് പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എങ്കിൽ ഇതിൽ നിന്ന് ഞാനിപ്പം 5-6 ഗ്രാമ്പൂ മാത്രമാണ് എടുക്കുന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ പെരുകി വരുന്ന എലികളെയും പല്ലികളെയും പാറ്റ എല്ലാം തുരത്താനായിട്ട് നമുക്ക് ഈ ഗ്രാമ്പൂ ഒന്ന് ചതച്ചെടുക്കാം. ഒറ്റ നേരം വെച്ച് കൊടുത്താൽ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. പെരിച്ചാഴികൾ വരെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ പറ്റും. അപ്പോൾ ചതച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് അതിലേക്ക് ഒരു തവി ചോറാണ്, കുറച്ച് ചോറെടുത്താൽ നമ്മൾ കുറച്ച് മാത്രമാണ് ഒന്നും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ചോറ് നല്ല ചൂടുള്ള ചോറാണ് ഏറ്റവും നല്ലപോലെ ഉടച്ചെടുക്കാൻ പറ്റും ചൂടുള്ള ചോറ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉജാല ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് നമുക്ക് നല്ലപോലെ ഞെവടിയെടുക്കണം. അതിനുശേഷം ഇതിൽ നിന്ന് നമുക്ക് ചെയ്ത് വെക്കേണ്ടത് ന്യൂസ് പേപ്പറിലാണ്. കാര്യം എലികളൊക്കെ വന്ന് എടുക്കുന്ന ന്യൂസ് പേപ്പറാണ്. ഇപ്പോൾ ന്യൂസ് പേപ്പറിലേക്ക് ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ വീടിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. എലി വരുന്ന ഏത് ഭാഗത്താണെങ്കിലും വെച്ച് നല്ല അടിപൊളി റിസൾട്ടാണ്. ഇതിനായിട്ട് വേറെ വിഷാംശങ്ങളൊന്നും വീട്ടിൽ മേടിച്ച് വെക്കേണ്ട കാര്യമില്ല. ഉജാല മാത്രം മതി കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കണ്ടില്ല, എന്നിട്ട് ന്യൂസ് പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ, ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ, അതുപോലെ തട്ടിൻ്റെ മുകളിൽ എവിടെയാണ് എലിയുടെയും പല്ലിയുടെയും പാറ്റാടെയൊക്കെ ശല്യമുള്ളത് ആ ഒരു വശത്ത് നിങ്ങൾ ഒറ്റ തവണയൊന്ന് ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടും. ഇനി ഇത് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് വരുന്നതായിരിക്കും. ഇത് കഴിച്ചത് വയറിനൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് വയറൊക്കെ വീർത്തിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും എലി, പെരിച്ചാടി, പല്ലി, പാറ്റ ഒക്കെ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.